താലൂക്ക് ആശുപത്രിയുടെ തുരുമ്പെടുത്ത ജനൽപ്പാളികളിൽ കാലവർഷം അതിന്റെ മുഴുവൻ രൗദ്രഭാവത്തോടും കൂടി ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ആകാശം കീറിമുറിച്ചുകൊണ്ട് മിന്നൽ പിണരുകൾ പാഞ്ഞു. സമയം പുലർച്ചെ 5:30 കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും രാത്രി കറുപ്പ് പൂർണ്ണമായും മാറിയിട്ടില്ല. കാഷ്വാലിറ്റി വാർഡിലാകെ ഫിനോയിലിന്റെ രൂക്ഷഗന്ധവും പഴകിയ മരുന്നുകളുടെ മണവും മഴയുടെ തണുപ്പും കൂടി കലർന്ന ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഇടനാഴികളിലെ ട്യൂബ് ലൈറ്റുകൾ വോൾട്ടേജ് ക്ഷാമത്താൽ മിന്നി മിന്നി കത്തുന്നത് ആ അന്തരീക്ഷത്തിന്റെ മരവിപ്പ് വർദ്ധിപ്പിച്ചു. ഡോക്ടർ നന്ദിനി തന്റെ കറങ്ങുന്ന കസേരയിലേക്ക് തളർന്നിരുന്നു. തുടർച്ചയായ 3-ാം ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം അവളുടെ ഓരോ കോശങ്ങളെയും ബാധിച്ചിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ പടർന്നിരിക്കുന്നു. മുന്നിലെ മേശപ്പുറത്ത് ആവി പറക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻചായ ഇരിപ്പുണ്ടെങ്കിലും അത് കുടിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. ഇടയ്ക്കിടെ കേൾക്കുന്ന ഇടിമുഴക്കവും ദൂരെ ഏതോ വാർഡിൽ നിന്നുള്ള ചുമയൊച്ചകളും ഒഴിച്ചാൽ വാർഡ് താൽക്കാലികമായി ശാന്തമായിരുന്നു. സിസ്റ്റർ മേഴ്സി അപ്പുറത്തെ മുറിയിൽ ഗ്ലൂക്കോസ് ബോട്ടിലുകൾ അടുക്കി വയ്ക്കുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയെ മുറിച്ചു. പെട്ടെന്നാണ് ആ ശാന്തത ഭേദിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആശുപത്രി മുറ്റത്തേക്ക് ഇരച്ചു കയറിയത്. ടയറുകൾ നനഞ്ഞ ടാറിൽ തെന്നിമാറുന്ന ശബ്ദവും എഞ്ചിന്റെ കിതപ്പും പിന്നാലെ ആരുടെയോ വെപ്രാളത്തിലുള്ള നിലവിളിയും കേട്ടു. "ഡോക്ടറേ, ഓടി വരണേ, ചോല വാർന്നു പോകുന്നേ, ആരെങ്കിലും ഒന്ന് പിടിക്കണേ." ആ ശബ്ദത്തിലെ ഭീതി നന്ദിനിയെ ഞെട്ടിച്ചു. അവൾ സ്റ്റെതസ്കോപ്പ് എടുത്ത് വേഗത്തിൽ എഴുന്നേറ്റു. സ്ട്രെച്ചറിലേക്ക് എടുത്ത് കിടത്തുമ്പോൾ ആ മനുഷ്യൻ അബോധാവസ്ഥയിലായിരുന്നു. തലയിൽ നിന്നൊഴുകിയ കടും ചുവപ്പു നിറത്തിലുള്ള ചോര അയാളുടെ മുഖമാകെ മൂടിയിരിക്കുന്നു. മഴവെള്ളവും ചോരയും ചേർന്ന് സ്ട്രെച്ചറിന്റെ വെള്ളവിരിപ്പിൽ ഭൂപടങ്ങൾ തീർത്തു. മുഷിഞ്ഞ ലുങ്കിയും ബനിയനുമാണ് വേഷം. നന്ദിനി പരിശോധിക്കാൻ കുനിഞ്ഞതും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു. വെറും മദ്യപാനമല്ല, മദ്യത്തിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥ. അയാളുടെ ജീവൻ രക്ഷിക്കാൻ നേഴ്സുമാരും അറ്റൻഡർമാരും നെട്ടോട്ടമോടുമ്പോൾ നന്ദിനിയുടെ ശ്രദ്ധ പതിഞ്ഞത് ആ ബഹളത്തിലായിരുന്നില്ല. ഓട്ടോയിൽ നിന്നിറങ്ങി ചോരയിൽ കുളിച്ച ആ മനുഷ്യന്റെ കൂടെ വന്ന സ്ത്രീയിലായിരുന്നു സുമതി. ആശുപത്രി വരാന്തയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ നിന്നു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കേൾക്കാറുള്ള നെഞ്ചത്തടിച്ചുള്ള നിലവിളിയോ ദൈവത്തെ വിളിച്ചുള്ള പ്രാർത്ഥനകളോ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ ഒക്കത്ത് ഗാഠമായി ഉറങ്ങുന്ന ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. നനഞ്ഞൊട്ടിയ സാരിയും പാറിപ്പറന്ന മുടിയും വിളറിയ മുഖവും അവളെ ഒരു പ്രേതരൂപത്തെ പോലെ തോന്നിപ്പിച്ചു. പക്ഷേ നന്ദിനിയെ ഭയപ്പെടുത്തിയത് അവളുടെ കണ്ണുകളായിരുന്നു. അത് അത്ഭുതകരമാം വിധം ശാന്തമായിരുന്നു. മുന്നിൽ തന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോഴും ഒരപരിചിതയെപ്പോലെയോ അല്ലെങ്കിൽ വഴിയിൽ കണ്ട ഒരു അപകടം നോക്കി നിൽക്കുന്ന കേവലം ഒരു കാഴ്ചക്കാരിയെപ്പോലെയോ അവൾ മാറി നിന്നു. ആ കണ്ണുകളിൽ ഭയമോ സങ്കടമോ വെപ്രാളമോ ഉണ്ടായിരുന്നില്ല. പകരം വർഷങ്ങളായി ചുമന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ചവളുടെ ശൂന്യത മാത്രം, ഒരുതരം നിർവികാരത. "സിസ്റ്റർ, വേഗം ഡ്രിപ്പ് കൊടുക്കൂ, മുറിവ് ഡ്രസ്സ് ചെയ്യണം," നന്ദിനി നിർദ്ദേശങ്ങൾ നൽകി. രാജൻ എന്നായിരുന്നു അയാളുടെ പേര്. തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്. തലയോട്ടിക്ക് ക്ഷതമേറ്റിട്ടുണ്ടാകാം. രക്തം കട്ട പിടിച്ചു തുടങ്ങിയിരുന്നു. ചികിത്സ നടക്കുമ്പോഴും സുമതി ഒരു അരികിൽ കരിങ്കൽ പ്രതിമ പോലെ നിന്നു. അവളുടെ നനഞ്ഞ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ തറയിലേക്ക് ഇറ്റുവീഴുന്ന ശബ്ദം പോലും നന്ദിനിക്ക് കേൾക്കാമായിരുന്നു. ആ നിശബ്ദതയിൽ, ആ നിർവികാരതയിൽ അസ്വാഭാവികമായ എന്തോ ഒന്നുണ്ടെന്ന് നന്ദിനിയുടെ മനസ്സു മന്ത്രിച്ചു. അത് വെറുമൊരു അപകടമായിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ രാജന്റെ രക്തസ്രാവം നിയന്ത്രണ വിധേയമായി. അയാളെ നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി. ശ്വാസോച്ഛ്വാസം ക്രമമായിരുന്നെങ്കിലും ബോധം തെളിഞ്ഞിരുന്നില്ല. ഡോക്ടർ നന്ദിനി കൈകൾ കഴുകി തന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് മടങ്ങി. മനസ്സിൽ ഇപ്പോഴും സുമതിയുടെ ആ നിർവികാരമായ മുഖമായിരുന്നു. "ആ സ്ത്രീയെ ഒന്നിങ്ങോട്ട് വിളിപ്പിക്കോ," നന്ദിനി നേഴ്സിനോട് പറഞ്ഞു. വാതിൽ തുറന്ന് സുമതി അകത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ ഇപ്പോഴും ആ കുഞ്ഞുണ്ടായിരുന്നു. മുറിയിലെ ഫാനിന്റെ കാറ്റിൽ അവളുടെ നനഞ്ഞ സാരി ശരീരത്തോട് ഒട്ടിനിന്നു. അവൾ ഒരു കസേരയുടെ അറ്റത്ത് വീഴാതിരിക്കാനെന്ന വണ്ണം ജാഗ്രതയോടെ ഇരുന്നു. "സുമതി," നന്ദിനി മൃദുവായി വിളിച്ചു. "ഭർത്താവിന്റെ നില അല്പം ഗുരുതരമാണ്. തലയോട്ടിക്ക് പൊട്ടലുണ്ട്. തലച്ചോറിൽ രക്തസ്രാവമുണ്ടോ എന്ന് സ്കാൻ ചെയ്താൽ മാത്രമേ അറിയൂ." "സത്യത്തിൽ എങ്ങനെയാണിത് സംഭവിച്ചത്? മദ്യപിച്ചു ലെക്കുകെട്ട് വീണതാണോ അതോ വല്ല വാഹനവും ഇടിച്ചതാണോ?" നന്ദിനി സുമതിയുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഒരു നുണ പറയാൻ അവൾ ഒരുങ്ങുകയാണോ എന്ന് നന്ദിനി സംശയിച്ചു. പക്ഷേ സുമതിയുടെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾ തന്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നെറ്റിയിൽ പതിയെ ഒരു താളം പോലെ തലോടിക്കൊണ്ടിരുന്നു. ആ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നില്ല. "അല്ല ഡോക്ടറെ," അവൾ മെല്ലെ പറഞ്ഞു. ശബ്ദം നേർത്തതായിരുന്നു എങ്കിലും അതിൽ വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. "അയാൾ വീണതല്ല, ഞാൻ തള്ളിയിട്ടതാണ്." മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. പുറത്തെ മഴയുടെ ഇരമ്പൽ പോലും നിലച്ചതുപോലെ. നന്ദിനിയുടെ കയ്യിലിരുന്ന പേന മേശപ്പുറത്തേക്ക് വീണു. അതെടുക്കാൻ അവൾ തുനിഞ്ഞില്ല.
ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് അതും ഇത്രയും ശാന്തമായ ഒരു കൊലപാതക ശ്രമത്തിന്റെ കുറ്റസമ്മതം നന്ദിനി പ്രതീക്ഷിച്ചിരുന്നില്ല. സുമതി, എന്താണ് ഈ പറയുന്നതെന്ന് ബോധമുണ്ടോ? നന്ദിനി മുന്നോട്ടാഞ്ഞു. പോലീസിൽ അറിയിക്കേണ്ട കേസാണിത്. വധശ്രമത്തിന് കേസെടുക്കും. ജയിലിൽ പോകേണ്ടി വരും. കുട്ടികൾ തനിച്ചാകും. ഇതൊക്കെ ആലോചിച്ചിട്ടാണോ? സുമതി ആദ്യമായി തല ഉയർത്തി നന്ദിനിയെ നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ കണ്ടത് ഭയമായിരുന്നില്ല. പകരം കാലങ്ങളായി കെട്ടിക്കിടന്ന സങ്കടത്തിന്റെ ഒരു മഹാസമുദ്രം അവിടെ അലയടിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എല്ലാം നഷ്ടപ്പെട്ടവളുടെ ധൈര്യവും. എനിക്കറിയാം ഡോക്ടറെ. പോലീസ് വരട്ടെ, എന്നെ പിടിച്ചുകൊണ്ടു പോകട്ടെ. ജയിലിൽ കിടന്നാലും ഇതിലും സമാധാനം എനിക്ക് കിട്ടും. നരകത്തേക്കാൾ ഭേദമാണ് ജയിൽ. അവിടെ എനിക്ക് ആരുടെയും അടി കൊള്ളണ്ടല്ലോ. ആരും എന്റെ ദേഹത്ത് സിഗരറ്റ് കുത്തിക്കെടുത്തില്ലല്ലോ. നന്ദിനി മരവിച്ചുപോയി നിന്നു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. സുമതി പതിയെ എഴുന്നേറ്റു. തന്റെ കുഞ്ഞിനെ ഒരു കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകയ്യാൽ അവൾ തന്റെ സാരിയുടെ മുന്താണി അല്പം മാറ്റി. ഡോക്ടർ, ഇതൊന്ന് കാണണം. ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് കാണണം. ബ്ലൗസിനും സാരിക്കും ഇടയിലുള്ള വയറ്റിലേക്ക് നന്ദിനി നോക്കി. അവൾ ശ്വാസം വലിക്കാൻ മറന്നുപോയി. അതൊരു വയറായിരുന്നില്ല, മറിച്ച് പീഡനങ്ങളുടെ ഒരു ഭൂപടമായിരുന്നു. കരിവാളിച്ച പാടുകൾ, തെങ്ങിലെ ഉണങ്ങിയ മടൽ കൊണ്ടടിച്ചാൽ ഉണ്ടാകുന്നതുപോലെയുള്ള പിണഞ്ഞ തടിച്ച പാടുകൾ. ചിലത് ഉണങ്ങിയിരിക്കുന്നു, ചിലത് പഴുത്തു തുടങ്ങിയിരിക്കുന്നു. തൊലിപ്പുറത്ത് വട്ടത്തിൽ കരിഞ്ഞ പാടുകൾ. അത് സിഗരറ്റ് കുത്തിക്കെടുത്തിയ വ്രണങ്ങളായിരുന്നു. പഴയ മുറിവുകൾക്ക് മുകളിൽ പുതിയ മുറിവുകൾ. മുതുകിലും തോളിലുമെല്ലാം അതേ പാടുകൾ. 1 സെന്റിമീറ്റർ സ്ഥലം പോലും അവിടെ മുറിവില്ലാത്തതായി ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലും കിട്ടിയതാ ഡോക്ടറെ. കഞ്ഞിക്ക് ചൂടില്ല എന്ന് പറഞ്ഞ് തിളച്ച കഞ്ഞിവെള്ളം എടുത്തൊഴിച്ചതാ. ഈ വയക്കിലെ തൊലി പോയ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല, ശബ്ദം ഇടറിയില്ല. ഇനി അയാൾ എന്നെ തല്ലില്ല ഡോക്ടറെ. ഇനി അയാൾക്കതിന് കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മുറിയിലെ തണുപ്പിലും സുമതിയുടെ വാക്കുകൾക്ക് തീയുടെ ചൂടുണ്ടായിരുന്നു. സുമതിയുടെ ഓർമ്മകൾ ഒരു വന്യമൃഗത്തെപ്പോലെ പിന്നിലേക്ക് സഞ്ചരിച്ചു. രാജനുമായുള്ള വിവാഹം നടക്കുമ്പോൾ സുമതിക്ക് 18 വയസ്സായിരുന്നു. വിവാഹപ്പന്തലിലെ ചുവന്ന പട്ടുസാരിയും മുല്ലപ്പൂവിന്റെ ഗന്ധവും ആശീർവാദങ്ങളുടെ ശബ്ദവും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. നിറയെ സ്വപ്നങ്ങളുമായിട്ടാണ് അവൾ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ചെന്നത്. സ്നേഹിക്കുന്ന ഭർത്താവ്, കുട്ടികൾ, ചെറിയൊരു വീട്, ഒരു സാധാരണ പെൺകുട്ടിയുടെ സാധാരണ ആഗ്രഹങ്ങൾ. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ഒരാഴ്ചത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. തേന്നിളാവുമായ മുമ്പേ അവൾ തിരിച്ചറിഞ്ഞു, താൻ കയറിച്ചെന്നത് ഒരു വീട്ടിലേക്കല്ല, മറിച്ച് പുറം ലോകം കാണാത്ത ഒരു തടവറയിലേക്കാണെന്ന്. രാജന് സുമതി വെറും ഒരു ഉപഭോഗ്യവസ്തു മാത്രമായിരുന്നു. പകൽ മുഴുവൻ പണിയെടുക്കാനുള്ള അടിമ, രാത്രിയിൽ തന്റെ കാമഭ്രാന്തുകൾ തീർക്കാനുള്ള വെറുമൊരു ശരീരം. അവളുടെ കണ്ണുനീരിനോ വേദനയ്ക്കോ എനിക്ക് വയ്യ എന്ന വാക്കിനോ അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. മൂത്ത മകൾക്കന്ന് 5 വയസ്സായിരുന്നു. രാജൻ അന്ന് ടൗണിൽ നിന്ന് വരുമ്പോൾ കയ്യിലൊരു വലിയ പൊതിയുണ്ടായിരുന്നു. മദ്യത്തിന്റെ മണത്തിനൊപ്പം കൊതിയൂറുന്ന ബിരിയാണിയുടെ ഗന്ധവും ആ വീടാകെ പരന്നു. നെയ്യുടെയും വറുത്ത ഇറച്ചിയുടെയും സുഗന്ധം. ആ വീട്ടിൽ ബിരിയാണി അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ദിവസങ്ങളായി പട്ടിണിയിലായിരുന്ന കുട്ടികൾ ആ മണം പിടിച്ചുപിടിച്ച് പ്രതീക്ഷയോടെ അച്ഛന് ചുറ്റും കൂടി. അവരുടെ ചെറിയ കണ്ണുകളിൽ ആർത്തിയും വിശപ്പും തിളങ്ങി. അച്ഛാ, ഇതെന്താ? മൂത്ത മകൾ കൊതിയോടെ ചോദിച്ചു. പക്ഷേ രാജൻ കുട്ടികളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അയാൾ വരാന്തയിലെ ചാരുകസേരയിലിരുന്ന് ആ പൊതി മെല്ലെ തുറന്നു. ആവി പറക്കുന്ന ബിരിയാണി. അയാൾ ഒരു രാജാവിനെപ്പോലെ ആർത്തിയോടെ അത് വാരി വിഴുങ്ങാൻ തുടങ്ങി. മകൾക്ക് സഹിക്കാനായില്ല. അവൾ മെല്ലെ അടുത്തു ചെന്ന് കൈനീട്ടി. അച്ഛാ, ഇത്തിരിതാ, വിശക്കുന്നോ? ആ നിമിഷം രാജന്റെ മുഖം മാറി. അയാൾ പാത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് മകളെ രൂക്ഷമായി നോക്കി. പിന്നെ ആ പിഞ്ചു കൈ തട്ടിമാറ്റി. മാറി നിൽക്കടി, അപ്പൂപ്പനെ കൊന്നവളെ. ഇതെന്റെ കാശാ, ഞാൻ അധ്വാനിച്ച കാശാ. പോയി വല്ലതും വെച്ചുണ്ടാക്കി തിന്നടി, എന്റെ മുന്നിൽ നിന്ന് പോ. വിശപ്പും അപമാനവും കൊണ്ട് മകൾ പൊട്ടിക്കരഞ്ഞു. വാതിൽക്കൽ നിന്ന് അത് കണ്ടുകൊണ്ടിരുന്ന സുമതിയുടെ നെഞ്ചു തകർന്നു. അവൾ ഓടിച്ചെന്ന് മകളെ വാരിയെടുത്ത് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ഒന്നുമുണ്ടായിരുന്നില്ല, ലേശം അരി മാത്രം. കുറച്ചു കഴിഞ്ഞ വിശന്ന് കരയുന്ന മക്കൾക്ക് മുന്നിൽ അവൾ ആ കഞ്ഞിവെള്ളം നീട്ടി. കറിക്ക് പകരം ലേശം ഉപ്പിട്ടത്. ഇത് കുടിക്കു മക്കളെ, നാളെ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാം. കള്ളം പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറിയിരുന്നു. വരാന്തയിൽ നിന്ന് രാജൻ ഏമ്പക്കം വിടുന്ന ശബ്ദം കേൾക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഊതി കുടിക്കുന്ന മക്കളുടെ കണ്ണുകളിലെ നിസ്സഹായതയും പുറത്ത് രാജന്റെ സംതൃപ്തമായ ചിരിയും. ആ നിമിഷം സുമതിയുടെ ഉള്ളിലൊന്നും മരിച്ചു, ഒപ്പം എന്തോ ഒന്ന് ജനിക്കുകയും ചെയ്തു. ശരീരത്തിലേറ്റ മുറിവുകളേക്കാൾ ആഴമുള്ളതായിരുന്നു ആ മുറിവ്. ഒരച്ഛന് സ്വന്തം മക്കളോട് ഇത്രയും ക്രൂരനാകാൻ കഴിയുമെങ്കിൽ അയാൾ മനുഷ്യനല്ലെന്ന് അവൾ ഉറപ്പിച്ചു. അന്നവൾ തീരുമാനിച്ചിരുന്നു, തന്റെ മക്കൾക്കു വേണ്ടി, അവരുടെ വിശപ്പിനു വേണ്ടി താൻ ജീവിച്ചേ മതിയാകൂ എന്ന്. രാജന്റെ ക്രൂരത മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് അയാളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു. സംശയരോഗം അയാൾക്കൊരു വിനോദമായിരുന്നു. പകൽ വെളിച്ചം മാഞ്ഞു തുടങ്ങുമ്പോൾ ആ വീട്ടിൽ ഇരുട്ട് മാത്രമല്ല പരന്നിരുന്നത്, മരണഭയം കൂടിയായിരുന്നു.
ദൂരെ നിന്ന് രാജന്റെ ബൈക്കിന്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ തന്നെ ആ വീട് വിറങ്ങലിച്ചു നിൽക്കും. കുട്ടികൾ കളികൾ നിർത്തി പുസ്തകമെടുത്ത് വായന അഭിനയിക്കും. സുമതിയുടെ ഉള്ളൊന്ന് കാളും. യമരാജന്റെ വരവ് പോലെയായിരുന്നു ആ ശബ്ദം. അയാൾ വീട്ടിലേക്ക് കയറുന്നത് തന്നെ അസഭ്യവർഷത്തോടെയായിരിക്കും. അയൽപക്കത്തെ ആരുമായി സുമതി സംസാരിച്ചാലും അന്ന് അടിയുറപ്പാണ്. പലപ്പോഴും രാത്രികളിൽ അയാൾ തന്റെ പെൺചങ്ങാതിമാരുമായുള്ള ബന്ധങ്ങൾ സുമതിയെ നിർബന്ധിച്ച് കേൾപ്പിക്കും. "നീ വെറുമൊരു ശവമാടി, അവരെയൊക്കെ കണ്ടുപിടിക്കേ." അയാൾ അവളുടെ സ്ത്രീത്വത്തെ വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കും. ചെവി പൊത്തിയിരുന്നാൽ "എന്താടി അഹങ്കാരവാ?" എന്ന് ചോദിച്ച് മർദ്ദനം ഇരട്ടിയാക്കും. കാരണങ്ങൾ പലതായിരുന്നു. കുളിക്കാൻ വെച്ച ചൂടുവെള്ളം അല്പം മാറിയാൽ, കറിയിൽ ഉപ്പ് കൂടിയാൽ, കുട്ടികൾ ഉറക്കെ ചിരിച്ചാൽ. രാജൻ തന്റെ അരയിലെ തുകൽ ബെൽറ്റഴിക്കും. ആ ബെൽറ്റിന്റെ ലോഹഭാഗം തറയിൽ ഉരയുമ്പോഴുണ്ടാകുന്ന ക്ലിങ് എന്ന ശബ്ദം, അത് കേൾക്കുമ്പോൾ സുമതി മാത്രമല്ല, കുട്ടികളും വിറച്ചുപോകും. പിന്നെ ആ ബെൽറ്റ് വായുവിൽ പാറി നടക്കും. സുമതിയുടെ ശരീരത്തിൽ അത് വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ അവൾ പല്ലുകൾ കടിച്ചുപിടിച്ച് സഹിക്കും. പല രാത്രികളിലും മർദ്ദനം അതിരുവിടുമ്പോൾ സുമതി കുട്ടികളെയും കൂട്ടി വീടിനടുത്തുള്ള തൊഴുത്തിലോ ഓവുചാലിലോ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട്. പുറത്ത് പേമാരി പെയ്യുന്ന രാത്രികൾ, ഇടിമുഴക്കം. പക്ഷേ സുമതിക്ക് ആ മഴയും ഇടിമുഴക്കവും സംഗീതം പോലെയായിരുന്നു. കാരണം അവിടെ രാജനില്ല. തൊഴുത്തിലെ വൈക്കോലിൽ പശുവിന്റെ ചൂടേറ്റ് ചാണകത്തിന്റെ മണത്തിൽ അവളും മക്കളും കെട്ടിപ്പിടിച്ചുറങ്ങി. മഴവെള്ളവും കണ്ണീരും ഒലിച്ചിറങ്ങുന്ന മുഖം അവൾ മക്കളുടെ തലമുടിയിൽ തുടച്ചു. "അമ്മേ, എനിക്ക് പേടിയാവുന്നു." ഇളയ മകൻ പറയും, "പേടിക്കണ്ട, ഇവിടെ നമ്മൾ സുരക്ഷിതരാ." സുമതി അവനെ നെഞ്ചോട് ചേർക്കും. ഒരു മൃഗത്തിന്റെ സാമീപ്യം പോലും സ്വന്തം അച്ഛന്റെ സാമീപ്യത്തേക്കാൾ സുരക്ഷിതമാണെന്ന് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. നേരം വെളുക്കുമ്പോൾ രാജൻ ബോധമില്ലാതെ ഉറങ്ങുമ്പോഴാണ് അവർ തിരികെ വീട്ടിലേക്ക്, ആ നരകത്തിലേക്ക് കയറുക. ഇതായിരുന്നു വർഷങ്ങളായി അവരുടെ വീട്. ഭയത്തിന്റെ കരിനിഴൽ വീണ ആ വീട്ടിലേക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു അതിഥി കടന്നുവന്നു. ഒരു മഴയുള്ള വൈകുന്നേരം. സ്കൂൾ വിട്ടുവന്ന് മകളാണ് അതിനെ കൊണ്ടുവന്നത്. കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വിറയ്ക്കുന്ന ഒരു ചെറിയ പൂച്ചക്കുണ്ണ്. വെളുപ്പിൽ കറുത്ത പുള്ളികളുള്ള നീലക്കണ്ണുകളുള്ള മിന്നു. "അമ്മേ, ഇതിന് നമ്മൾക്ക് വളർത്താമോ?" പാവം, മഴയത്ത് കിടന്ന് കരയുകയായിരുന്നു. മകളുടെ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഒരേ സമയം നിഴലിച്ചു. സുമതിക്ക് പേടിയായിരുന്നു. രാജൻ കണ്ടാൽ എന്തുണ്ടാകുമെന്ന് അവൾക്കറിയാം. പക്ഷേ മകളുടെ മുഖത്തെ ആ സന്തോഷം കെടുത്താൻ അവൾക്ക് തോന്നിയില്ല. "ശരി, പക്ഷേ അച്ഛൻ കാണരുത്, കണ്ടാൽ കൊന്നുവിളയും." സുമതി മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മിന്നു അവരുടെ രഹസ്യമായി മാറി. രാജൻ വീട്ടിലില്ലാത്ത നേരങ്ങളിൽ ആ വീട് മിന്നുവിന്റെ കളിക്കളമായി. കുട്ടികൾ അതിനൊപ്പം ഓടിക്കളിച്ചു. പട്ടിണിക്കിടയിലും സുമതി തന്റെ വിഹിതത്തിൽ നിന്ന് ഒരിത്തിരി പാൽ അതിനായി മാറ്റിവെച്ചു. മിന്നു ആ വീട്ടിൽ കൊണ്ടുവന്നത് വെറുമൊരു പൂച്ചക്കുഞ്ഞിന്റെ കുസൃതികളായിരുന്നില്ല, മറിച്ച് നഷ്ടപ്പെട്ടുപോയ ചിരിയായിരുന്നു. രാജന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ മിന്നുവിനെ വിറകുകീറുകൾക്കിടയിലോ പഴയ പെട്ടിയിലോ ഒളിപ്പിച്ചു. പക്ഷേ വിധി ക്രൂരമായൊരു തിരക്കഥ ഒരുക്കിവെച്ചിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ രാജൻ വീട്ടിലുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിലെ മദ്യപാനത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു അയാൾ. അടുക്കളയിൽ നിന്ന് മീൻ വറുക്കുന്ന മണം വരുന്നുണ്ടായിരുന്നു. സുമതി കുട്ടികൾക്കു വേണ്ടി അയല മീൻ വറുക്കുകയായിരുന്നു. അടുക്കളയിലെ സ്റ്റൂളിലിരുന്ന് രാജൻ കട്ടൻ ചായ കുടിക്കുകയായിരുന്നു. ആ സമയത്താണ് എവിടെയോ കിടന്നുറങ്ങിയ മിന്നു മീനിന്റെ മണം പിടിച്ചുണർന്നത്. അപകടം മണത്തെറിയാനുള്ള ആറാം ഇന്ദ്രിയം ആ മൃഗത്തിന് നഷ്ടപ്പെട്ടിരുന്നു. വിശപ്പതിനെ അടുക്കളയിലേക്ക് നയിച്ചു. രാജന്റെ കാലിനറുകിലൂടെ അത് നടന്നു. സ്നേഹത്തോടെ അത് അയാളുടെ കാലിലൊന്നുരഞ്ഞു. "മ്യാവ്." ആ ശബ്ദം ആ അടുക്കളയിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് സുമതിക്ക് കേട്ടത്. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രാജൻ തന്റെ കാലിൽ ഉരസിയ ജീവിയെ നോക്കി. അയാളുടെ മുഖം ചുവന്നു. വെറുമൊരു ദേഷ്യമല്ല, സാത്താൻ ഉണർന്നതുപോലെയുള്ള ഒരു ഭാവം. "ഏതാടി ഇവൻ? എന്റെ വീട്ടിൽ പൂച്ചയോ?" അയാൾ ഗർജിച്ചു. "അയ്യോ ചേട്ടാ, കുട്ടികൾ വഴിയിൽ നിന്ന് കിട്ടിയതാ, ഉപദ്രവിക്കല്ലേ." സുമതി കൈകൂപ്പി. കുട്ടികൾ വാതിൽക്കൽ ശ്വാസമടക്കി പിടിച്ചു നിന്നു. പക്ഷെ രാജൻ അത് കേട്ടില്ല. അയാൾ കുനിഞ്ഞു മിന്നുവിന്റെ വാലിൽ തൂക്കിയെടുത്തു. തലകീഴായി കിടന്ന ആ ജീവി പേടിച്ച് കൈകാലിട്ടടിച്ചു. രാജന്റെ കണ്ണുകളിൽ ക്രൂരതയുടെ തിളക്കമുണ്ടായിരുന്നു. ഒരു നിമിഷം അയാൾ സുമതിയെ നോക്കി ചിരിച്ചു. പിന്നെ സർവശക്തിയും എടുത്തയാൾ അതിനെ വായുവിലൂടെ ആഞ്ഞു വീശി. നേരെ അടുക്കളയിലെ കരിങ്കല്ലിൽ തീർത്ത അമ്മിക്കല്ലിലേക്ക്. ഠേ എന്നൊരു ശബ്ദം. ഒരു ഉണങ്ങിയ തേങ്ങ ഉടയുന്നതുപോലെയുള്ള എല്ലുകൾ തകരുന്ന ശബ്ദം. പിന്നെ ഒരു പിടച്ചിലും പോലും ഉണ്ടായില്ല. മിന്നുവിന്റെ തല തകർന്നു. ചോരയും തലച്ചോറും കൂടി അമ്മിക്കല്ലിലും തറയിലും ചിതറി. വെളുത്ത രോമങ്ങൾ ചോരയിൽ കുതിർന്നു.
അതിന്റെ വിടർന്ന കണ്ണുകൾ സുമതിയെ നോക്കി നിൽക്കുന്നതുപോലെ തോന്നി. ഒരു നിമിഷം ലോകം സ്തംഭിച്ചുപോയി. കുട്ടികളുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. അമ്മിക്കല്ലിൽ പറ്റിപ്പിടിച്ച ചോരയും രോമവും. ആ കാഴ്ച, അത് സുമതിക്കുള്ളിൽ എന്തോ ഒന്ന് തകർത്തു. അവളുടെ ഉള്ളിലെ ഭാര്യ മരിച്ചു വീണു. പകരം ഒരു അമ്മ കാളിയായി ഉണരുകയായിരുന്നു. അവൾക്ക് തോന്നി, ഇന്നീ അമ്മിക്കല്ലിൽ ചിതറിയത് ഒരു പൂച്ചയുടെ തലയാണ്. നാളെ ചിലപ്പോൾ എന്റെ മക്കളുടെ തലയാകാം. രാജന്റെ ക്രൂരതയ്ക്ക് അതിരുകളില്ല. ലഹരി മൂത്താൽ സ്വന്തം ചോരയെന്നോ മൃഗമെന്നോ അയാൾക്ക് തിരിച്ചറിവില്ല. ആ ചോരയിലേക്ക് നോക്കി നിൽക്കെ സുമതിയുടെ ഭയം അപ്രത്യക്ഷമായി. പകരം അവിടെ ഒരു തണുത്ത തീരുമാനമുറച്ചു. തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, ഈ പിശാചിൽ നിന്ന് അവരെ രക്ഷിക്കാൻ താൻ എന്തും ചെയ്യും, എന്തും. ആ അടുക്കളയിൽ മരണം മണക്കുന്ന നിശബ്ദത തളം കെട്ടിനിന്നു. രാജൻ തന്റെ മുഷിഞ്ഞ ലുങ്കിയിൽ കൈകൾ തുടച്ചു. രക്തക്കറ ലുങ്കിയിൽ ഒരു ചുവന്ന വരയായി പടർന്നു. യാതൊരു കുറ്റബോധവുമില്ലാതെ അയാൾ അരത്തിണ്ണയിലേക്ക് നടന്നു. സ്റ്റൂളിൽ വെച്ചിരുന്ന ബീഡിക്കെട്ടെടുത്ത് ഒരെണ്ണം ചുണ്ടിൽ വെച്ച് കത്തിച്ചു. അയാളുടെ മുഖത്ത് ഒരു പിശാചിന്റെ ചിരിയുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടടി എന്റെ ഏറ്, അങ്ങോട്ട് ഒട്ടിപ്പോയി. അയാൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരി, അത് സുമതിയുടെ ക്ഷമയുടെ അവസാനത്തെ ചരടും പൊട്ടിച്ചു. സുമതി വിറച്ചുകൊണ്ടിരുന്നു. ഇത്തവണ അത് ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് സിരകളിൽ തിളയ്ക്കുന്ന നിയന്ത്രിക്കാനാവാത്ത കോപം കൊണ്ടായിരുന്നു. 18 വർഷം അവളെ ഉള്ളിൽ ഒളിപ്പിച്ച വെറുപ്പ്, അപമാനം, വേദന എല്ലാം ഒരു ലാവാപ്രവാഹം പോലെ പുറത്തേക്ക് വരികയായിരുന്നു. അവൾ തിണ്ണയിലേക്ക് നടന്നു. അവളുടെ ഓരോ ചവിട്ടുവെപ്പിലും തറ കുലുങ്ങുന്നതുപോലെ തോന്നി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്തിനാ അതിനെ കൊന്നേ? മിണ്ടാപ്രാണിയല്ലേ അത്? അതിനു വിശന്നിട്ടല്ലേ? അവൾ ചോദിച്ചു. ശബ്ദം പതിഞ്ഞതായിരുന്നുവെങ്കിലും അതിൽ കത്തിപ്പടരുന്ന തീക്ഷ്ണതയുണ്ടായിരുന്നു. രാജൻ പുകചുരുളുകളിലൂടെ അവളെ പുച്ഛത്തോടെ നോക്കി. പുക അവളുടെ മുഖത്തേക്ക് ഊതിവിട്ടു. മിണ്ടാപ്രാണിയോ? നിന്നെയും നിന്റെ പിള്ളേരെയും കൊല്ലാൻ എനിക്ക് മടിയൊന്നുമില്ലടി. എന്റെ ചിലവിൽ തിന്നുനരയ്ക്കുന്ന പട്ടികളെ. ഞാൻ തീരുമാനിക്കുന്നതാടി ഇവിടുത്തെ നിയമം. ആരെ കൊല്ലണം, ആരെ വളർത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. അയാൾ സുമതിയുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. പോയി പണിയെടുക്കടി. ഇനി വല്ലതും മിണ്ടിയാൽ നിന്നെയും ആ പൂച്ചയുടെ ഗതിയാക്കും. ആ വാക്കുകൾ, നിന്നെയും നിന്റെ പിള്ളേരെയും കൊല്ലും എന്നത് വെറുമൊരു ഭീഷണിയല്ല, നടക്കാൻ പോകുന്ന സത്യമാണെന്ന് സുമതി തിരിച്ചറിഞ്ഞു. രാജൻ അവളെ അടിക്കാനായി കൈയോങ്ങിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അമിതമായ ലഹരി അയാളുടെ കാലുകളെ വേച്ചിച്ചു. അയാൾ ബാലൻസ് കിട്ടാതെ ഒന്ന് ആടിയുലഞ്ഞു. അയാൾ തിണ്ണയുടെ അരികിലായിരുന്നു. ആ നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. സുമതിയുടെ മനസ്സ് ശൂന്യമായി. ഭാവിയോ ഭൂതമോ അവിടെ ഇല്ലായിരുന്നു. ആ ഒരൊറ്റ നിമിഷം മാത്രം. ഇതാണ് സമയം. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളെ എന്റെ മക്കൾ ആ അമ്മിക്കല്ലിൽ ചോരയിൽ കുതിർന്നു കിടക്കും. അവൾ ഒരൊറ്റ തീരുമാനമെടുത്തു. ഇത് ജീവനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അവൾ സർവ്വശക്തിയുമെടുത്തു. തന്റെ ശരീരത്തിലെ ഓരോ പേശിയും വലിഞ്ഞുമുറുക്കി. തന്റെ എല്ലാ വേദനകളും അപമാനങ്ങളും ആവാഹിച്ചുകൊണ്ട് അവൾ അയാളെ നെഞ്ചിൽ കൈവച്ച് തള്ളിച്ചു. ചത്തൊടലയാൻ. അവളുടെ തൊണ്ടയിൽ നിന്നൊരലർച്ചയുയർന്നു. ഒരു നിലവിളിക്ക് പോലും രാജന് സമയം കിട്ടിയില്ല. ലഹരിയിൽ വേച്ചുനിന്ന അയാൾ ആ അപ്രതീക്ഷിത ആക്രമണത്തിൽ പിന്നാലേക്ക് മറിഞ്ഞു. കൈകൾ വായുവിൽ പിടിവള്ളി തേടി ഉഴഞ്ഞു. അയാൾ അനങ്ങിയില്ല. ഒരു കൈകാൽ പോലും ഇളക്കിയില്ല. അമ്മിക്കല്ലിൽ നിന്ന് ചോര ഒഴുകിപ്പടർന്നു. മിന്നുവിന്റെ ഉണങ്ങാത്ത ചോരയും രാജന്റെ ചുടുചോരയും ആ കല്ലിൽ ഒന്നായി കലർന്നു. പ്രകൃതിയുടെ നീതി നടപ്പിലായ നിമിഷം. ശബ്ദം കേട്ട് ഓടിക്കൂടിയ അയൽക്കാർ കണ്ടത് ബോധരഹിതനായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാജനെയും തളർന്നിരിക്കുന്ന സുമതിയെയുമാണ്. അയ്യോ, രാജൻ ചേട്ടൻ കുടിച്ചു വീണതാണോ? തല പൊട്ടിയിട്ടുണ്ടല്ലോ, ആരോ വിളിച്ചു പറഞ്ഞു. വേഗം ഓട്ടോ വിളിക്ക്. സുമതി ഒന്നും മിണ്ടിയില്ല. അവളത് തിരുത്തിയില്ല. അവളുടെ കണ്ണുകൾ രാജന്റെ നിശ്ചലമായ ശരീരത്തിൽ തറഞ്ഞു നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് ക്രമേണ സാധാരണ നിലയിലായി. ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലും അവൾക്ക് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെട്ടു. ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സുമതിയുടെ മനസ്സ് ശാന്തമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തന്റെ കഴുത്തിനു ചുറ്റുമുള്ള കുരുക്ക് അഴിഞ്ഞതുപോലെ ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയുന്നതുപോലെ അവൾക്ക് തോന്നി. നന്ദിനി നിശബ്ദയായിരുന്നു. സുമതിയുടെ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ജീവൻ രക്ഷിക്കുക എന്നതാണ് തന്റെ ധർമ്മം. എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നന്ദിനിയുടെ മനസ്സ് സുമതിയോടൊപ്പമായിരുന്നു. നിയമത്തിന്റെ കണ്ണിൽ സുമതി ചെയ്തത് വധശ്രമമാണ്. പക്ഷെ വർഷങ്ങളായി അവൾ അനുഭവിച്ച നരകയാതനകൾക്ക് പ്രകൃതി നൽകിയ സ്വാഭാവികമായ തിരിച്ചടിയായിട്ടേ ഇതിനെ കാണാൻ കഴിയൂ. വാതിലിലൊരു മുട്ട് കേട്ടു. സിസ്റ്റർ മേഴ്സിയാണ്. പരുക്കൻ സ്വഭാവക്കാരിയാണെങ്കിലും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നവളാണ് മേഴ്സി. അവളുടെ കണ്ണുകളിൽ സുമതിയോട് അനുകമ്പയുണ്ടായിരുന്നു. ഡോക്ടറെ, മേഴ്സി ശബ്ദം താഴ്ത്തി പറഞ്ഞു. പോലീസിൽ അറിയിക്കാനുള്ള ഫോം പൂരിപ്പിച്ചിട്ടില്ല. രാജൻ വീണതാണെന്ന് നമ്മൾ റിപ്പോർട്ട് കൊടുത്താൽ മതിയാകും.
അയാൾ മദ്യലഹരിയിൽ തെന്നി വീണതാകാരേ വഴിയുള്ളൂ. സുമതിയുടെ ദേഹത്തെ ഈ പാടുകൾ കണ്ടിട്ട് അവളെ പോലീസിന് വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സ് വരുന്നില്ല. നന്ദിനിയൊന്ന് ആലോചിച്ചു. പിന്നെ തലയാട്ടി. ശരിയാണ് സിസ്റ്റർ, ചിലപ്പോൾ നീതി നടപ്പിലാക്കാൻ നിയമം മാത്രം പോരാതെ വരും. വീഴ്ചയിൽ സംഭവിച്ചതാണെന്ന് മൊഴി നൽകാം. അപ്പോഴേക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ റിപ്പോർട്ടുമായി അറ്റൻഡർ എത്തി. നന്ദിനി കവർ തുറന്ന് ആ റിപ്പോർട്ട് വായിച്ചു. ഓരോ വരി വായിക്കുമ്പോഴും അവളുടെ മുഖത്ത് അത്ഭുതവും പിന്നെ ഒരുതരം ആശ്വാസവും തെളിഞ്ഞു. അവൾ സുമതിയെ നോക്കി. സുമതി ഇപ്പോഴും നിർവികാരയായിരിക്കുകയാണ്. സുമതി, നന്ദിനി വിളിച്ചു. സുമതി മെല്ലെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഭയമില്ലായിരുന്നു. പകരം എന്തായാലും നേരിടാമെന്നൊരു ഭാവം. രാജന് ബോധം വന്നിട്ടുണ്ട്, നന്ദിനി പറഞ്ഞു. സുമതിയുടെ കണ്ണുകളിൽ ഒരു നിമിഷം ഭയം മിന്നിമറിഞ്ഞു. അയാൾ ഉണർന്നോ? അയാൾ എല്ലാം പറയുമോ? വീണ്ടും ആ നരകം തുടങ്ങുമോ? നന്ദിനി തുടർന്നു. പക്ഷേ ഒരു കാര്യം സുമതി അറിയണം. തലക്കേറ്റ ക്ഷതം വളരെ വലുതാണ്. വീഴ്ചയിൽ സുഷുമ്നാനാഡിക്ക് ഗുരുതരമായ പരിക്കേറ്റു. രാജന്റെ ശരീരം തളർന്നുപോയി സുമതി. കഴുത്തിന് താഴേക്കിനി ഒരിക്കലും ചലനമുണ്ടാവില്ല. കൈകാലുകൾ അനക്കാനോ സ്വന്തമായി എഴുന്നേൽക്കാനോ മലമൂത്ര വിസർജനം നടത്താനോ അയാൾക്കിനി കഴിയില്ല. ജീവിതകാലം മുഴുവൻ ആ കിടക്കയിൽ തന്നെയായിരിക്കും. സംസാരിക്കാൻ പോലും പ്രയാസമായിരിക്കും. ആ മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടിനിന്നു. ഫാനിന്റെ കറങ്ങുന്ന ശബ്ദം മാത്രം. സുമതി ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു. രാജൻ, തന്നെ തല്ലിച്ചതച്ച, ആട്ടിയോടിച്ച, ചവിട്ടിമെതിച്ച ആ രാജൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. ആ കൈകൾ ഇനി ഒരിക്കലും തന്റെ നേരെ ഉയരില്ല. സുമതിയുടെ മുഖത്ത് സാവധാനം ഒരു മാറ്റം വന്നു. അത് സങ്കടമായിരുന്നില്ല, സന്തോഷവുമല്ല. അത് ആശ്വാസമെന്ന വാക്കിനുമപ്പുറമുള്ള ഒന്നായിരുന്നു. ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിവീഴുന്ന ശബ്ദം അവളുടെ ഉള്ളിൽ മുഴങ്ങി നിന്നു. അയാൾ ഇനി ഒരിക്കലും എന്നെ തല്ലില്ല ഡോക്ടർ? അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ ചോദിച്ചു. ഇല്ല സുമതി, അതിനയാൾക്കിനി കഴിയില്ല. ഒരു ഈച്ചയെപ്പോലും ആട്ടിയോടിക്കാൻ അയാൾക്ക് കഴിയില്ല. സുമതി ദീർഘമായൊന്ന് ശ്വാസം വിട്ടു. അവളുടെ തോളുകൾ അയഞ്ഞു. അങ്ങനെ കിടന്നോട്ടെ ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. അത്ഭുതത്തോടെ നന്ദിനി നോക്കി. സുമതി, ഇത്രയും ദ്രോഹിച്ച ഒരാളെ ഇനിയും ചുമക്കണോ? സുമതിക്ക് അയാളെ ഉപേക്ഷിച്ചു പോയിക്കൂടെ? ഇനിയെങ്കിലും കുട്ടികളുമായി സ്വതന്ത്രയായി ജീവിച്ചൂടെ? സർക്കാർ അഭയകേന്ദ്രങ്ങളുണ്ട്. സുമതിയുടെ ചുണ്ടിൽ നേർത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ഇല്ല ഡോക്ടർ, ഞാൻ ഉപേക്ഷിച്ചു പോയാൽ അത് അയാൾക്കൊരു ശിക്ഷയാവില്ല. ചിലപ്പോൾ അയാൾ മരിച്ചുപോയേക്കാം. മരണം അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ്. സുമതിയുടെ കണ്ണുകളിൽ ഇപ്പോൾ പുതിയൊരു തിളക്കമുണ്ടായിരുന്നു. അധികാരത്തിന്റെ തിളക്കം. ഇനി അയാൾ ജീവിക്കേണ്ടത് എന്റെ കാരുണ്യത്തിലാണ്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കും. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വെള്ളം കൊടുക്കും. പണ്ടൊരു ബിരിയാണി പൊതിക്ക് മുന്നിൽ എന്റെ മക്കൾ നിന്നതുപോലെ ഇനി അയാൾ എന്റെ മുന്നിൽ നിൽക്കും. സുമതി സാരിയുടെ മുന്താണി അരയിൽ മുറുക്കിയെടുത്തു. ഇനിയാണ് ഞാൻ ആ വീട്ടിന്റെ നാഥ. എന്റെ മക്കൾക്കിനി പേടിക്കാതെ ആ വീട്ടിൽ ഉറങ്ങാം. അയാളുടെ ശരീരം തളർന്നു, പക്ഷേ എന്റെ മനസ്സ്, അതിന്നാണ് ഡോക്ടറെ ശരിക്കും നിവർന്നു നിന്നത്. നന്ദിനി ആ സ്ത്രീയെ നോക്കി നിന്നുപോയി. ഒരു ഇരയിൽ നിന്ന് വിധി നടപ്പിലാക്കുന്ന ഒരു ജഡ്ജിയിലേക്ക് സുമതിയുടെ മാറ്റം. ആ വാക്കുകളിൽ പ്രതികാരത്തേക്കാൾ ഉപരി കൈവന്ന അധികാരത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു. സുമതി ജയിച്ചിരിക്കുന്നു. പുറത്ത് രാത്രിയെ വിഴുങ്ങിയ മഴ പൂർണ്ണമായും തോർന്നിരുന്നു. കാർമേഘങ്ങൾ മാറി തെളിഞ്ഞ നീലയാകാശത്തിൽ നിന്ന് ഉച്ചവെയിൽ കാഷ്വാലിറ്റി വരാന്തയിലേക്ക് വീണു. ഇരുട്ടുമാറി വെളിച്ചം വരുന്നതുപോലെ, ഭയം മാറി പ്രത്യാശ വരുന്നതുപോലെ. ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയായി. സ്ട്രെച്ചറിൽ കിടക്കുന്ന രാജനെ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. രാജന്റെ കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്. ആ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പഴയ ഗർവില്ല, അഹങ്കാരമില്ല, മറിച്ച് കടുത്ത മരണഭയമാണ്. തന്റെ ശരീരം തന്നെ അനുസരിക്കുന്നില്ലെന്ന സത്യം അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസിന്റെ വാതിലിനടുത്ത് നിൽക്കുന്ന സുമതിയെ അയാൾ ദയനീയമായി നോക്കി. താൻ പീഡിപ്പിച്ച, വെറുത്ത, മൃഗത്തെപ്പോലെ കണക്കാക്കിയ അതേ സ്ത്രീയുടെ കാരുണ്യത്തിനാണ് ഇനി താൻ കാത്തിരിക്കേണ്ടത്. അവളുടെ കൈകളിലാണ് ഇനി തന്റെ ജീവൻ. ആ തിരിച്ചറിവ് അയാളുടെ പുരുഷാധിപത്യത്തെ ചുട്ടുപൊള്ളിച്ചു. സുമതി തന്റെ കുഞ്ഞിനെ തോളിലിട്ട് താരാട്ടി. എന്നിട്ട് സാവധാനം രാജന്റെ അടുത്തേക്ക് നടന്നു. പണ്ട് അയാളുടെ നിഴൽ കണ്ടാൽ പോലും വിറച്ചിരുന്ന, അയാളുടെ ഒച്ച കേട്ടാൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന സുമതിയായിരുന്നില്ലത്. അവൾ അയാളുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കി, കണ്ണുകൾ താഴ്ത്താതെ, ഒരു കൂസലുമില്ലാതെ. അവിടെ ഒരു പുഞ്ചിരി വിരിഞ്ഞോ? അതോ അതൊരു വിജയഭാവമായിരുന്നോ? അറിയില്ല. പോകാം, അവൾ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു. ശബ്ദത്തിലൊരു പുതിയ ഉറപ്പ്, ഒരു യജമാനത്തിയുടെ അധികാരം. അവൾ ആ സ്ട്രെച്ചറിന്റെ വശങ്ങളിൽ പിടിച്ച് രാജന്റെ തലക്കരികിലായിരുന്നു. ഇനി അങ്ങോട്ട് വണ്ടി ഓടിക്കുന്നത് താനാണെന്ന ഭാവത്തിൽ. ഡോക്ടർ നന്ദിനി വരാന്തയിൽ നിന്ന് ആ കാഴ്ച കണ്ടു. സുമതിയുടെ ഓരോ ചലനത്തിലും ഇപ്പോൾ വല്ലാത്തൊരു കരുത്തുണ്ട്. അത് അടിമയുടെ നടത്തല്ല, രാജ്ഞിയുടേതാണ്.
വർഷങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയെപ്പോലെ. നന്ദിനി തന്റെ ഡയറി തുറന്നിങ്ങനെ കുറിച്ചു. ചില മുറിവുകൾ ഉണങ്ങാനുള്ളതല്ല, ഓർമ്മിപ്പിക്കാനുള്ളതാണ്. സഹിഷ്ണുതയുടെ ഒടുവിൽ ലഭിക്കുന്ന നീതി ഒരുപക്ഷെ നിയമപുസ്തകങ്ങളിൽ കാണാതെ വരില്ലായിരിക്കാം. പക്ഷെ പ്രകൃതിക്ക് അതിൻ്റേതായ കോടതിയുണ്ട്. അവിടെ വിധി നടപ്പിലാക്കുന്നത് ദൈവമല്ല, ഇരകളാണ്. നിശബ്ദതയുടെ മറുപുരം കൊടുങ്കാറ്റാണെന്ന് ഈ ലോകം ഇനിയും തിരിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ. ആംബുലൻസ് സൈറൻ മുഴക്കാതെ ഗേറ്റ് കടന്നുപോയി. വെയിലേറ്റ് തിളങ്ങുന്ന റോഡിലൂടെ അതൊരു പുതിയ ജീവിതത്തിലേക്ക് പാഞ്ഞു. സുമതിയുടെ മടിയിൽ കിടന്ന കുഞ്ഞുറക്കത്തിൽ ചിരിച്ചു. ആ ചിരിയിൽ ആ കുടുംബത്തിന്റെ പുതിയ പ്രഭാതം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.